ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 6. ഏതാന്യേപി തു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മദമുത്തമം. വിവർത്തനം: ആസക്തിയോ ഫലോദ്ദേശ്യമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണമെന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണെൻ്റെ അന്തിമമായ അഭിപ്രായം. ഭാവാർത്ഥം: എല്ലാ യജ്ഞങ്ങളും പവിത്രമാക്കുന്നവ തന്നെ. എങ്കിലും ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് അവയുടെ അനുഷ്ഠാനം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഭൗതിക ജീവിതത്തിൻ്റെ ഔന്നത്യത്തിനു വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങൾ ത്യജിക്കണം. ജീവിതത്തെ പവിത്രീകരിച്ച് ആത്മീയതയിലേക്ക് ഉയർത്തുന്നവയെ ഉപേക്ഷിച്ചു കൂടതാനും. കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കുന്ന ഏത് കർമ്മത്തെയും പ്രോത്സാഹിപ്പിക്കണം. ഭക്തിയുത ഭഗവത് സേവനത്തിലേക്ക് നയിക്കുന്ന ഏതു കർമ്മവും സ്വീകാര്യമെന്ന് ശ്രീമദ് ഭാഗവതം ഘോഷിക്കുന്നു. ഇതാണ് ധർമ്മത്തിൻ്റെ മികച്ച മാനദണ്ഡം. ഭക്തിയുത ഭഗവത് സേവനത്തിന് സഹായകമാവുന്നതെന്തും, യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും ഒരു ഭക്തന് സ്വീകാര്യമാണ്. ശ്ലോകം 7. നിയതസ്യ തു സന്യാസ കർമ്മണോനുപപദ്യതേ മോഹാത്തസ്യ പരിത്യാഗ താമസ പരികീർത്തിതഃ. വിവർത്തനം: നിയതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. ഭാവാർത്ഥം: ഭൗതിക സംതൃപ്തിക്കായുള്ള കർമ്മം ഉപേക്ഷിക്കണം. ഭഗവാന് നിവേദ്യം പാകം ചെയ്യുക, നിവേദിക്കുക, അതിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുക മുതലായ കർമ്മങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നവയായതുകൊണ്ട് അവ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കേണ്ടവയാണ്. ഒരു സന്യാസി തനിക്കു വേണ്ടി പാകം ചെയ്തുകൂടാ എന്നാണ് വിധി. അവനവനു വേണ്ടി പാകം ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. എന്നാൽ ഭഗവാനു വേണ്ടി പാകം ചെയ്യുന്നത് വിലക്കപ്പെട്ടിട്ടില്ല. അതുപോലെ ഒരു ശിഷ്യനെ കൃഷ്ണാവബോധം വളർത്തുന്നതിൽ സഹായിക്കാനായി സന്യാസിക്ക് അയാളുടെ വിവാഹം നടത്തിക്കൊടുക്കാം. അത്തരം പ്രവൃത്തികളെ ത്യജിക്കുന്നവൻ തമോ ഗുണ പ്രേരിതമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.